നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന വേർഡ് ഫോർമേഷൻ ടെക്നിക്സ് ആണ്. വേർഡ് ഫോർമേഷൻ ടെക്നിക്സ് എസ്ഐ ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം, അല്ലാതെ 2 മാർക്സ് ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം, 1 മാർക്കായിട്ടും ചോദിക്കാം. വേർഡ് ഫോർമേഷൻ ടെക്നിക്സ് ബേസിക്കലി എന്ന് പറയുന്നത് അതായത് ഓരോ വേർഡ്സിനെ എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം അതിനുള്ള ടെക്നിക്കുകളാണ്. അപ്പോൾ ഓരോരോ കുഞ്ഞു ടേംസുകളാണ് കേട്ടോ. വിത്ത് എക്സാമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ടേം എന്ന് പറയുന്ന ഡെറിവേഷൻ ആണ്. നമുക്ക് എങ്ങനെ വേർഡിനെ നമുക്ക് ഫോം ചെയ്യാം, അതാണ് ഈ ടെക്നിക്കുകൾ പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടെക്നിക്ക് ഇസ് ഡെറിവേഷൻ. അതായത് പുതിയ വേർഡ്സിനെ നമ്മൾ പ്രഫിക്സസ് അല്ലെങ്കിൽ സഫിക്സസ് ആഡ് ചെയ്ത് എങ്ങനെ ഫോം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹാപ്പി എന്നുള്ള വാക്കിന് നമ്മൾ പ്രഫിക്സ് UN ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി മാറും? അൺഹാപ്പി ആയി മാറും. ടീച്ചർ എന്നുള്ള വാക്കിൻ്റെ കൂടെ ER അതായത് സഫിക്സ് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? ടീച്ചർ എന്നായി മാറും. പുതിയ വേർഡ് അവിടെ ഫോം ചെയ്തു അല്ലേ, അൺഹാപ്പി ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും. ഇതാണ് ഒരു മോസ്റ്റ് കോമൺ മെത്തേഡ് ഇൻ ഇംഗ്ലീഷ് വേർഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒന്നുകിൽ മീനിങ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ കാറ്റഗറി ആയിരിക്കും മാറുന്നത് ഡെറിവേഷൻ എന്നുള്ള ടേമിലൂടെ, ഒരു മെത്തേഡിലൂടെ. നെക്സ്റ്റ് വണ്ണസ് ഇൻഫ്ലക്ഷൻ ആണ്. ഇൻഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേർഡിൻ്റെ എൻഡിങ്സിൽ ടെൻസിനെയോ അല്ലെങ്കിൽ ആ വേർഡിൻ്റെ നമ്പറിനെയോ അല്ലെങ്കിൽ ഡിഗ്രിയെയോ കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പുതിയ വേർഡൊന്നും അത് ക്രിയേറ്റ് ചെയ്യത്തില്ല, അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫോമിന് മാത്രമേ മാറ്റം വരുത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, വാക്ക് എന്നുള്ള വാക്ക് അത് നമ്മൾ പാസ്റ്റിലോട്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ED എന്നുള്ള ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായി മാറും? വാക്ഡ് എന്നായി മാറും. അതിൻ്റെ ഗ്രാമറാണ് അവിടെ ചേഞ്ച് ആയത് അല്ലേ, ടെൻസ് ആണ് അവിടെ ചേഞ്ച് ആയത്. ക്യാറ്റ് എന്നുള്ള വാക്ക് ക്യാറ്റ്സ് എന്നായി മാറി, അവിടെ പ്ലൂറലാണ് മാറിയത്. ടോൾ എന്നുള്ള വാക്ക് ടോളർ എന്നായി മാറി അല്ലേ, കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് നമ്മൾ അങ്ങാക്കി. സോ ഗ്രാമർ അല്ലെങ്കിൽ ടെൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്പറിൽ വ്യത്യാസം വരുന്നയോ. നമ്പറിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറൽ സിംഗുലർ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഡിഗ്രി ഓഫ് കമ്പാരിസൺ, ടോള്, ടോളർ, ടോളസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് മിക്കവാറും വേർഡിൻ്റെ എൻഡിങ്സിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. കോമ്പൗണ്ടിങ് എന്ന് വെച്ചാൽ 2 അതിൽ കൂടുതലോ വേർഡ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു വേർഡാക്കി മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ, നോട്ടും ബുക്കും, നോട്ട് ബുക്ക്. ബ്ലാക്ക് ബോർഡ് എന്നുള്ള വേർഡ്, ബ്ലാക്കും ബോർഡും. സൺഫ്ലവർ എന്നുള്ളത്, ലാപ്ടോപ്പ് എന്നുള്ളത്. ഇതൊക്കെയാണ് കോമ്പൗണ്ട് വേർഡ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് കൺവേർഷൻ ആണ്. അതായത് വേർഡ് ക്ലാസ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു വിത്തൗട്ട് ആഡിങ് എനിത്തിങ്. ഫോർ എക്സാമ്പിൾ, നൗണിനെ നമ്മൾ വേർബിലോട്ടാക്കുന്നു. അതായത് ഇമെയിൽ എന്നുള്ള വാക്ക് അതിനെ നമുക്ക് വേർബിലോട്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടു ഇമെയിൽ, ഐ ഹാവ് ടു ഇമെയിൽ എ ലെറ്റർ. കണ്ടോ, അങ്ങനെ ആക്കുന്നു. ഗൂഗിൾ എന്നുള്ളത് നൗണാണ്. നമുക്കതിനെ വെർബിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടു ഗൂഗിൾ സംതിങ്, ഐ വാണ്ടഡ് ടു ഗൂഗിൾ സംതിങ് അല്ലേ. അപ്പോൾ അതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. വേർഡ് ക്ലാസ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു വിത്തൗട്ട് ആഡിങ് എനിത്തിങ്. ഇതിപ്പം മോഡേൺ ഇംഗ്ലീഷിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടാണ് നമ്മൾ കൺവേർഷൻ യൂസ് ചെയ്യുന്നത്. ഈ കൺവേർഷനെ നമ്മൾ സീറോ ഡെറിവേഷൻ എന്നും വിളിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ക്ലിപ്പിംഗ്. ക്ലിപ്പിംഗ് എന്ന് പറയുമ്പോഴേ ആലോചിച്ചോണം, ഒരു വേർഡിനെ നമ്മളൊരു ലോങ്ങർ വേർഡിനെ നമ്മൾ ഷോർട്ടാക്കി മാറ്റുന്നു. അതിൻ്റെ മീനിങ് സെയിം തന്നെ ആയിരിക്കും. ആഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ടേം അതിനെ നമ്മൾ ഷോർട്ടാക്കി ആഡ് എന്ന് പറയുന്നു. ടെലിഫോൺ എന്നുള്ളതിനെ നമ്മൾ ഫോൺ എന്ന് മാറ്റുന്നു. ഇൻഫ്ലുവൻസ എന്നുള്ളതിനെ നമ്മൾ ഫ്ലൂ എന്ന് പറയുന്നു. അതാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. വലിയൊരു വേർഡിനെ നമ്മൾ ചെറുതാക്കി പറയുന്നു. അടുത്തത് ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ 2 വാക്കുകളുടെ പാർട്ടുകളെ നമ്മൾ എടുത്തിട്ട് പുതിയൊരു വാക്കാക്കി മാറ്റുന്നു. അതാണ് ബ്ലെൻഡിങ്. ഫോർ എക്സാമ്പിൾ, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്, ബ്രഞ്ച് എന്ന് നമ്മൾ പറയുന്നു. ഇങ്ങനെയുള്ളതിനെ പോർട്ട്മാൻറ്റീവ് വേർഡ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. പോഡ്കാസ്റ്റിംഗ് എന്നുള്ള വാക്ക് ഐപോഡിൻ്റെ പോഡും ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കാസ്റ്റിങ്ങും കൂടെ എടുത്തിട്ട് ഫോം ചെയ്താണ് പോഡ്കാസ്റ്റിംഗ് എന്നുള്ള വേർഡ്. അപ്പോൾ ഇത് ബ്ലെൻഡിങ് എന്നുള്ള വാക്കിന് എക്സാമ്പിളാണ് കേട്ടോ. പിന്നെ ആക്രോണിംസ് ആണ്. ആക്രോണിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡിൻ്റെ ഇനിഷ്യൽ ലെറ്റേഴ്സ് മാത്രം എടുത്തിട്ട് പുതിയൊരു വേർഡ് ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നാസ, നാറ്റോ അല്ലെങ്കിൽ യുനെസ്കോ എന്നൊക്കെ പറയുന്നത്. CPU, കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതിനകത്ത് Cയും Pയും Uവും വെച്ചിട്ട് നമ്മൾ CPU എന്ന് പറഞ്ഞൊരു വേർഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ആക്രോണിംസ് എന്ന് പറയുന്നത്. ഇനിഷ്യലിസംസ് എന്നും പറഞ്ഞു ഒരു ഡെറിവേഷൻ, ഒരു വേർഡ് ഫോർമേഷൻ ടെക്നിക്കുണ്ട്. ഇനിഷ്യലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോംഡ് ഫ്രം ഇനിഷ്യൽസ് ആണ്, പക്ഷേ പ്രൊനൗൺസ് ലെറ്റർ ബൈ ലെറ്റർ. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ CPU, B അതൊക്കെ ഇനിഷ്യലിസത്തിനകത്താണ് വരുന്നത് കേട്ടോ. അക്രോണിംസ് എന്ന് പറയുമ്പോൾ നാറ്റോ, യുനെസ്കോ, നാസ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആൽഫബറ്റ് സ്പ്ലിറ്റ് ചെയ്ത് പറയത്തില്ല. ഇനിഷ്യലിസം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേ പറയത്തുള്ളൂ. ഓരോ ആൽഫബറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ആക്കിയേ പറയത്തുള്ളൂ. ലെറ്റർ ബൈ ലെറ്റർ ആയിരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, HIV, BBC, USA, ATM, CPU ഇതൊക്കെ ഇനിഷ്യലിസത്തിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഇസ് ബാക്ക് ഫോർമേഷൻ. ബാക്ക് ഫോർമേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബാക്ക് ഫോർമേഷൻ എന്ന് വെച്ചാൽ ഒരു ലോങ്ങർ വേർഡിൽ നിന്ന് ഒരു സഫിക്സ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. എഡിറ്റർ എന്നുള്ള വാക്ക് അതിന് നമ്മൾ എഡിറ്ററിൽ നിന്നാണ് എഡിറ്റ് വന്നത്. ഡൊണേഷൻ നിന്ന് ഡൊണേറ്റ്. ബേബി സിറ്റർ അതിൽ നിന്ന് ബേബി സിറ്റ്.
കണ്ടോ, ബാക്ക് ഫോർമേഷൻ. ഒരു ലോങ്ങർ വേർഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ കുറച്ച് പാർട്സ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. അനദർ വൺ ഇസ് ബോറോയിങ്. വേറെ ലാംഗ്വേജസിൽ നിന്ന് നമ്മൾ വേർഡ്സിനെ ടേക്ക് ചെയ്യുന്നതാണ് ബോറോയിങ് എന്ന് പറയുന്നത്. ലോൺ വേർഡ്സ് എന്ന് നമ്മൾ പറയത്തില്ല, വേറെ ലാംഗ്വേജിൽ നിന്ന് നമ്മൾ കടമെടുത്ത വേർഡ്സ്. ഫോർ എക്സാമ്പിൾ ഗരാജ് എന്നുള്ള വേർഡ്, മെനു എന്നുള്ള വേർഡൊക്കെ ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഷാംപൂ അല്ലെങ്കിൽ ബംഗ്ലാവ് എന്നുള്ളതൊക്കെ ഹിന്ദി ലാംഗ്വേജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. റേഡിയസ് എന്നുള്ള വേർഡ്, ഫോർമുല എന്നുള്ള വേർഡൊക്കെ നമ്മൾ ലാറ്റിനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇംഗ്ലീഷിന് ഒരുപാട് ബോറോഡ് വേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മലയാളത്തിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാക്ക്, അതിനെ നമ്മൾ ഇംഗ്ലീഷിലോട്ടാക്കിയപ്പോൾ സാക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അടുത്ത ടേം എന്ന് പറയുന്നത് നിയോളജിസമാണ്. നിയോളജിസം എന്ന് വെച്ചാൽ കോയിനേജ് ഓഫ് ന്യൂ വേർഡ്സ്. പുതിയ വേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് പുതിയ വേർഡ്സിനെ ഇൻവെൻറ്റ് ചെയ്യുന്നു. അതാണ് നിയോളജിസം എന്ന് പറയുന്നത്. മോഡേൺ ടെക്നോളജിയിൽ നമ്മൾ ഒരുപാട് പുതിയ ടേംസ് കോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ. പിന്നെ വരുന്നത് റീഡ്യൂപ്ലിക്കേഷനാണ്. റീഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു വേർഡിനെ റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ആൾട്ടർ ചെയ്യുകയോ ചെയ്യുന്നു ടു ഫോം ന്യൂ എക്സ്പ്രഷൻസ്. അതായത് സിഗ്സാഗ്, ചിറ്റ് ചാറ്റ്, ബൈ ബൈ, അതൊക്കെയാണ് റീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഫോർമലായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് റീഡ്യൂപ്ലിക്കേഷൻ. പിന്നെ ഓണമെറ്റോപ്പിയ. ഓണമെറ്റോപ്പിയ എന്ന് വെച്ചാൽ സൗണ്ട് ഇമിറ്റേഷനിൽ നിന്ന് നമ്മൾ വേർഡ്സിനെ ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഹിസ്സിങ്, ദ സ്നേക്ക് ഇസ് ഹിസ്സിങ്. ആ സ്നേക്കിൻ്റെ ആ സൗണ്ടാണ് ഹി ഹിസ് എന്നുള്ള വാക്കിനകത്ത് വരുന്നത്. ദ റെയിൻ സ്പ്ലാഷ്ഡ് അല്ലെങ്കിൽ ദ വാട്ടർ സ്പ്ലാഷ്ഡ് അല്ലെങ്കിൽ ഹി സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ മീ എന്ന് വെച്ചാൽ വെള്ളം തെറിപ്പിച്ചു, സ്പ്ലാഷ്ഡ്, ആ സൗണ്ടിൻ്റെ അതേ ഇത്. പിന്നെ ബസ്, ദ ബീസ് ആർ ബസ്സിങ്. ആ ബീസിൻ്റെ സൗണ്ട് തന്നെയാണ്, ആ സൗണ്ട് തന്നെയാണ് ബസ് എന്നുള്ള വാക്കിനകത്ത് വരുന്നത്. അപ്പോൾ വേർഡ്സ് ഇമിറ്റേറ്റിംഗ് സൗണ്ട്, അതാണ് എന്തെന്ന് പറയുന്ന ഓണമെറ്റോപ്പിയ എന്ന് പറയുന്നത്. അത് ഈ പോയട്രിയിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലാംഗ്വേജിലൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എപ്പോണിമിയാണ്. എപ്പോണിമി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് ഡിറൈവ്ഡ് ഫ്രം എ പേഴ്സൺസ് നെയിം. ഇപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് എന്നുള്ള പേരൊക്കെ, ആ സാൻഡ്വിച്ച് എന്നുള്ള ആ ഒരു ഫുഡ് ഐറ്റം ഉണ്ടല്ലോ, അതൊരാളുടെ പേരിൽ നിന്ന് വന്നതാണ്, ഏൾ ഓഫ് സാൻഡ്വിച്ച്. അതുപോലെ തന്നെ ഡീസൽ എന്നുള്ള വാക്കൊക്കെ റുഡോൾഫ് ഡീസൽ എന്നൊരാളുടെ പേരിൽ നിന്ന് ഫോം ചെയ്തതാണ്. അതാണ് എപ്പോണിമി എന്ന് പറയുന്നത്, വേർഡ്സ് ഡിറൈവ്ഡ് ഫ്രം എ പേഴ്സൺസ് നെയിം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലോജി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ടെക്നിക്കുണ്ട്. അതായത് ന്യൂ വേർഡ്സിനെ നമ്മൾ പാറ്റേൺസ് ഓഫ് എക്സിസ്റ്റിംഗ് വേർഡ്സിൽ നിന്ന് ഫോം ചെയ്യുന്നു. അതായത് ബർഗ്ലർ എന്നുള്ള വാക്ക് ടു ബർഗിൾ എന്ന് നമ്മളാക്കുന്നു. റൈറ്റർ എന്നുള്ള വാക്കിൽ നിന്നാണ് ടു റൈറ്റ് എന്ന് നമ്മളാക്കുന്നത്, അല്ലേ? അതാണ് അനലോജി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമാൻറ്റിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ മീനിങ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് കൂടെ ഉണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടോ എന്ന് എനിക്കറിയാം, ടെക്സ്റ്റിൽ മിക്കവാറും കാണത്തില്ല. ഇതൊരു പുതിയൊരു ടൈപ്പ് ഓഫ് ഇതാണ്. അതായത് സെയിം വേർഡ് ആയിരിക്കും ന്യൂ മീനിങ് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ മൗസ് എന്നുള്ളത് ഒരു ആനിമലുമാണ്, അതൊരു കമ്പ്യൂട്ടർ ഡിവൈസുമാണ്. ക്ലൗഡ് എന്നുള്ളത് ഒരു വെതറുമാണ്, അതൊരു ഡേറ്റ സ്റ്റോറേജ് ഡിവൈസും കൂടിയാണ്. ഒരു ഇതും കൂടിയാണ്, ഒരു സ്പേസും കൂടിയാണ് ക്ലൗഡ് എന്ന് പറയുന്നത്, ക്ലൗഡ് സ്റ്റോറേജ്. അപ്പം സെമാൻറ്റിക് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ മീനിങ്ങിൽ ഉണ്ടാകുന്ന വ്യത്യാസം. വേർഡ് സെയിം ആയിരിക്കും, പക്ഷേ മീനിങ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരും. അതാണ് സെമാൻറ്റിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്നു പറയുന്നത് വേർഡ് ഫോർമേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. 15 മാർക്സ് ആയിട്ടും ചോദിക്കാം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഡിഫൈൻ ചെയ്യാനും ചോദിക്കാം. എക്സാമ്പിൾസും കൂടെ വെച്ചിട്ട് വേണം പഠിക്കാൻ, ഏത് വേർഡ് ഫോർമേഷൻ ടെക്നിക്കാണെങ്കിലും.